ടി.വി. അൻവർ എം.എൽ.എ. രൂപീകരിച്ച സംഘടനയുടെ നയപ്രഖ്യാപനത്തിലും നിറഞ്ഞു നിന്നത് ന്യൂനപക്ഷ പ്രീണനം. മത മൗലികവാദ സംഘടനകൾ ആവശ്യപ്പെടുന്ന മലപ്പുറം ജില്ലാ വിഭജനം പ്രധാന അജണ്ടയാണ്. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഊന്നൽ നൽകുമെന്നും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള നയം വ്യക്തമാക്കുന്നു. മതമൗലികവാദ സംഘടനകളാണ് ടി.വി. അൻവറിന് പിന്നിലെന്ന് ബലമേകുന്ന നയപ്രഖ്യാപനം നടത്തി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള. കാലങ്ങളായി SDPI, ജമാഅത്തെ ഇസ്ലാമി സംഘടനകൾ ആവശ്യപ്പെടുന്ന മലപ്പുറം ജില്ലാ വിഭജനം പ്രധാന അജണ്ടയാണ്. ജനസംഖ്യ കൂടുതലുള്ള കോഴിക്കോട്, മലപ്പുറം ജില്ലകളെ വിഭജിച്ച് മറ്റൊരു ജില്ല രൂപീകരിക്കണമെന്നതാണ് പ്രധാന ആവശ്യം. സാമ്പത്തിക ചിലവ് കുറയ്ക്കുന്നതും സമയനഷ്ടം ഒഴിവാക്കുന്നതുമായ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതിയോടും വിയോജിപ്പാണ് അൻവറിന്റെ സംഘടനയ്ക്ക്. ഇതോടൊപ്പം മറ്റ് വിവിധ മേഖലയിലും ജനകീയ കൂട്ടായ്മയിലൂടെ പരിവർത്തനം സംഘടന ലക്ഷ്യമിടുന്നു. പതിവ് പോലെ പോലീസിനും മുഖ്യമന്ത്രിക്കുമെതിരായ വിമർശനങ്ങൾ അൻവർ നയപ്രഖ്യാപന പൊതുപരിപാടിയിലും ആവർത്തിച്ചു. 3.5 കോടി ജനങ്ങൾക്കും അവസാനമായി നൽകിയ വളരെ വാശി പിടിച്ച തീരുമാനമായിരുന്നു 30 ദിവസം കഴിയട്ടെ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. എന്തേ 32 ദിവസമായി? 30ാമത്തെ ദിവസം തന്നെ DGPയുടെ നേതൃത്വത്തിൽ കേസ് അന്വേഷിക്കുന്ന SITയുടെ തലവനായ DGPക്ക് ഈ പറയുന്ന അജിത് കുമാറിനെ നിമിഷം കൊണ്ട് സസ്പെൻഡ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായ രേഖകൾ എല്ലാം തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറം തമിഴ്നാട്ടിലെ DMK നേതൃത്വവുമായി PV അൻവർ ചർച്ച നടത്തിയെങ്കിലും സഹകരിക്കാൻ ദ്രാവിഡ മുന്നേറ്റ കഴകം പൂർണ്ണമായും മുന്നോട്ട് വന്നിട്ടില്ല. നിലവിൽ കേരളത്തിലെ ഇടത് സർക്കാർ DMKയോട് സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇടത് സർക്കാരിൽ നിന്നും ഇടഞ്ഞ് വിമതനായി പുറത്തു വന്ന അൻവറിനെ സ്വീകരിക്കേണ്ടെന്ന നിലപാടിലാണ് ഒരു വിഭാഗം. ജനം, മലപ്പുറം.